അന്ന് കേരളം ഞെട്ടി വിറച്ച് വിറങ്ങലിച്ച ദിവസങ്ങളാണ്. മണിക്കൂറുകൾക്കുള്ളിൽ 2 കൊലപാതകങ്ങൾ. ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് ഷാൻ, രഞ്ജിത്ത് ശ്രീനിവാസൻ. അതിന്റെ തുടർച്ചയിൽ പാലക്കാട് വീണു 2 ചോര ജീവൻ. സുബൈർ ശ്രീനിവാസൻ. ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ വിധി വന്ന ദിവസമാണ്. അപൂർവം എന്ന് കണ്ടെത്തി 15 പ്രതികൾക്കും തൂക്കുകയറാണ് കോടതി വിധി. ഏതു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും കൊലക്കത്തി എടുക്കാൻ മടിക്കാത്തവർക്കുള്ള താക്കീതാകുമോ സംസ്ഥാന ചരിത്രത്തിലെ ആദ്യ കൂട്ടവധശിക്ഷ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രഞ്ജിത്ത് ശ്രീനിവാസന്റെ സഹോദരൻ ശ്രീ അഭിജിത്ത് ശ്രീനിവാസൻ, ശ്രീ ആർ യു ബാബു, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ അഭിജിത്ത് ശ്രീനിവാസനിലേക്ക് പോകുന്നു. ശ്രീ അഭിജിത്ത് ശ്രീനിവാസൻ, നിങ്ങൾക്കൊക്കെ ഉണ്ടായ നഷ്ടത്തിന് ഈ ശിക്ഷാവിധി ഒരു പരിഹാരമേ അല്ല. എങ്കിൽ കൂടിയും ഇന്ന് ലിഷ അടക്കം രഞ്ജിത്ത് ശ്രീനിവാസന്റെ പത്നി അടക്കമുള്ളവർ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് കേട്ടു. കാലത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ കാലത്തിന്റെ നീതി പിന്നാലെ വരും എന്ന് പ്രത്യാശിക്കുന്നത് കേട്ടു. പക്ഷേ ഈ പ്രതികൾ ശിക്ഷാവിധി, വധശിക്ഷ എന്നുള്ള പരമാവധി ശിക്ഷാവിധി കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ ചിരിച്ചുല്ലസിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അത് കാണുമ്പോൾ എന്തു തോന്നുന്നു ശ്രീ അഭിജിത്ത് ശ്രീനിവാസൻ? ഇല്ല, തീർച്ചയായിട്ടും അവർക്കൊരു മാനസാന്തരമൊന്നും വരുന്ന ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇവർ എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ആൾക്കാരല്ല. അവർ പൂർണ്ണ ബോധ്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് അതിനെ നല്ലോണം റിഹേഴ്സ് ചെയ്ത് പഠിച്ച് വന്ന് ചെയ്ത ആൾക്കാരാണ്. അവർക്കൊരു മാനസാന്തരം ആർക്കാണ് വരുന്നത്? ചിലപ്പം മദ്യം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, അവരെയൊക്കെ നമുക്ക് നല്ല വഴിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള ഹാർഡ് കോർ ക്രിമിനൽസിനെ ഒരു മാനസാന്തരം വരുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർ ചിരിച്ച് കളിച്ച് എല്ലാവർക്കും ആർക്കോ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്കത് കണ്ടുകൊണ്ട് ഞങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നും അവരത് ജസ്റ്റ് ഒരു അഭിനയം മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാലത്തിന്റെ നീതി കിട്ടും, അല്ലെങ്കിൽ ദൈവനീതി പിന്നാലെയുണ്ട്, ഞങ്ങളത് കണ്ടില്ലെങ്കിലും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പറയുന്നത് കേട്ടു. എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അഭിജിത്ത്? അല്ല, എല്ലാത്തിനും ഒരു അതിപ്പോൾ നിങ്ങൾ എന്ത് പേരിൽ വിശ്വസിച്ചാലും, ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സുപ്രീം പവർ എന്നുള്ള രീതിയിൽ എന്ത് വിശ്വസിച്ചാലും അത് നടന്നിരിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടിയിരിക്കും. ഇത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത്. അതായത് ഈ കുടുംബത്തിന് മാത്രമല്ല, ഈ നാട്ടിൽ മുഴുവൻ എല്ലാവരെയും സഹായിക്കാൻ എപ്പോഴും സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഒന്നും അറിയാത്ത ആ മനുഷ്യൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലുമില്ല, അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറി വന്ന് അമ്മയുടെയും മോളുടെയും ചെറിയ കുട്ടിയായ ഇളയ മോളുടെയും ഭാര്യയുടെയും എൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അത്ര ക്രൂരമായി കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. അപ്പം നീതിപീഠം ഇപ്പോൾ ശിക്ഷ വിധിച്ചു. പക്ഷേ കാലത്തിൻ്റെ ഒരു ഇത് അവർക്കായിട്ട് കാത്തിരുന്നു. അതിനകത്ത് ഓൾറെഡി ഒരാൾക്ക് സ്ട്രോക്കോ എന്തോ വന്ന് വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. സോ ഇനിയും നമ്മളത് കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ആരെയും കൊല്ലാനും അടിക്കാനും പോകുന്ന ആൾക്കാരും കുടുംബമൊന്നുമല്ല. നമുക്കൊന്നും അത് അറിയത്തുമില്ല. പക്ഷേ ദൈവം അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് ചോദിച്ചിരിക്കും. അതിന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നുണ്ട്. ശരി, ശ്രീ അമീൻ ഹസൻ, ഇവിടെ നമ്മൾക്ക് ആ ദിവസങ്ങൾ ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ദിവസങ്ങളാണ്. എന്താണ്, അങ്ങേയറ്റം സംഘർഷഭരിതമായ ചാർജിലായ ദിവസങ്ങൾ, യാ ഷഹീദ് അസ്സലാം മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ദിവസങ്ങൾ, വീരബലിദാന മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ ദിവസങ്ങൾ, വീടുകളിൽ അമ്മമാരുടെ, സഹോദരിമാരുടെ, പിതാക്കന്മാരുടെ, കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുനീര് ധാരധാരയെ ഒഴുകിയ ദിവസങ്ങളാണ്. ഇപ്പോൾ ആലപ്പുഴ മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ പാലക്കാട് നമ്മൾ സമാനമായ കാഴ്ചകൾ കണ്ടു. ഇതെന്ത് പോക്കാണെന്ന് കേരളം തരിച്ചു നിന്ന ദിവസങ്ങളാണ്. അതിലൊരു കൊലപാതകത്തിൽ 15 പ്രതികൾക്ക് വധശിക്ഷ എന്ന് പറയുന്നത് അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം വധശിക്ഷയുടെ മാനദണ്ഡമായ അപൂർവമല്ല. കൂട്ടവധശിക്ഷ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്, രാജ്യചരിത്രത്തിൽ തന്നെ 3ാമതോ 4ാമതോ ഒക്കെയാണ്. അപ്പോൾ അത് ഈ പറയുന്ന കത്തിയെടുക്കുന്നവർക്കുള്ളൊരു താക്കീത്, ഒരു മെസ്സേജ് എന്ന്, ഇപ്പോൾ അത് മേൽക്കോടതിയിലേക്ക് പോവുക, ശിക്ഷ ലഘൂകരിക്കുക എന്നൊക്കെ വേറെ കാര്യം. പക്ഷെ കത്തിയെടുക്കുന്നവർക്ക് അതാരായാലും ഒരു താക്കീത് എന്ന നിലയ്ക്ക് ആ വധശിക്ഷയെ കാണാമോ ശ്രീ അമീൻ ഹസൻ? ഹഷ്മി, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഹഷ്മിയുടെ തന്നെ മാതൃഭൂമി ന്യൂസിലെ ചർച്ചയിൽ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അന്ന് വളരെ വൈകാരികമായ ഹഷ്മിയുടെ ഇൻട്രോ പോലും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
പക്ഷേ അഷ്മി, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ 2 കൊലപാതകങ്ങൾ ഒരുമിച്ച് നടന്നു. അതിൽ ഒരു കേസിലെ പ്രതികളെ ശിക്ഷിക്കുകയും നീതി നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് നീതി എന്ന് പറയുന്നത്, സമാധാനം ഉണ്ടാവണമെങ്കിൽ നീതി ഉണ്ടാവണം. അത് ഭരണകൂടം ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ നീതി നടപ്പാക്കുകയും വേണം. ഈ ഒരു കൊലപാതകത്തിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അടിസ്ഥാനപരമായി ഉള്ള സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു വശം. അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഹഷ്മിക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സാഹചര്യം എന്താണെന്ന്. ഹഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ വിധി അസാധാരണമാണ്. പക്ഷേ ഈ കൊലപാതകം തീർച്ചയായും വളരെ പ്രയാസമുണ്ടാക്കുന്ന, രഞ്ജിത്തിൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ വലിയ പ്രയാസവും മാനസിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അസാധാരണമല്ലാത്തത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ തൊട്ടുതലേ ദിവസം ഷാൻ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെ നിരവധിയായ കൊലപാതകങ്ങൾ, രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ പാർട്ടിയായിട്ടുള്ള RSSും BJPയും നടത്തിയത്, SDPI നടത്തുന്ന കൊലപാതകങ്ങൾ, CPM നടത്തുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ ആളുകളുടെ മനസാക്ഷി മരവിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഇതൊരു സാധാരണ സംഭവമായി മാറുന്ന സ്വഭാവത്തിലാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളായി അതിനെക്കുറിച്ച് അധികം കേൾക്കാൻ നല്ല കാര്യം. അതങ്ങനെ ആ ആംബിയൻസ് അങ്ങനെ പോകട്ടെ. അമീനസ്, എൻ്റെ ചോദ്യം, ഇതിലെ SDPI, ഇതിലെ RSS, ഇതിലെ CPM, ഇതിലെ കോൺഗ്രസ്, അല്ലെങ്കിൽ ഇതിലെ മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ മാറ്റി നിർത്തൂ. കൊല്ലപ്പെട്ട് വീഴുന്നത് ആരായാലും അതൊരു മനുഷ്യനാണ്. ആ ഒഴുകുന്ന ചോരയുടെ നിറം ചുവപ്പ് തന്നെയാണ്. ആ മനുഷ്യൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ജൈവബന്ധം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് SDPIക്കാരാണെങ്കിലും RSകാരനാണെങ്കിലും ആ അർത്ഥത്തിൽ ഒരാൾക്കെതിരെ ഇനി കൊലക്കത്തി എടുക്കാതിരിക്കാൻ പ്രചോദനമാകുമോ ആ കൂട്ടവധശിക്ഷ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഷമീനാസൻ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയതിനു ശേഷം ഹാഷ്മിക്ക് എന്നെ തിരുത്തുകയോ തർക്കിക്കുകയോ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് മറ്റൊരു ആംഗിളിലാണ്. അതായത് ആളുകളുടെ ചോര ഒരുപോലെയാണ് എന്ന് ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും നീതി നിർവഹണ സംവിധാനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഹാഷ്മി നോക്കൂ, ഷാൻ കൊല്ലപ്പെടുകയും രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുകയും ചെയ്തു. രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും വിചാരണ പോലും ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ കോടതി അസാധാരണമാം വിധം വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ഞങ്ങളുടെ നാട്ടിൽ കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മതം മാറിയതിൻ്റെ പേരിൽ RSSൻ്റെ നേതാക്കൾ കൊലപ്പെടുത്തുന്നു. ആ പ്രതികളുടെ വിചാരണ പോലും വർഷങ്ങളായി, 5 വർഷത്തിലപ്പുറമായിട്ടും വിചാരണ പോലും ആരംഭിക്കാതിരിക്കുന്നു. ഇങ്ങനെ കാസർഗോഡ് നടന്ന കൊലപാതകങ്ങൾ, റിയാസ് മൗലവിയുടെ, ഫഹദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെ കൊലപാതകം, ഈ കേസിലൊക്കെ തന്നെ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കേരളത്തിലെ DGP ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും അവർക്ക് റിവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഷാൻ വധക്കേസിൽ ഈ തരത്തിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കാതിരിക്കുന്നത്? എന്നെ ഹാഷ്മി ചീത്ത പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മനുഷ്യരുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ് ഒരു വശത്ത്. രണ്ടാമതായി, ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി പരിശോധിച്ചാൽ എത്ര വിചിത്രമായൊരു വിധിയാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൊലക്കേസിൽ വധശിക്ഷ നൽകുന്നതിന് സുപ്രീം കോടതി നിർണയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധിയാണിത്. ആ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടാൽ ജീവപര്യന്തം തടവ് നൽകുന്നത് പോലെയല്ല വധശിക്ഷ നൽകുന്നത്. മേൽക്കോടതി ഇത് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും തിരുത്തും. കാരണം ഇത് അസാധാരണമായ വിധിയാണ്. ആ വിധി അസാധാരണത്വം ഉണ്ടാക്കി, ഒരു വൈകാരികത ഉണ്ടാക്കിയത് കൊണ്ട് നാട്ടിൽ നീതി നടപ്പാക്കാൻ കഴിയില്ല എന്ന സുചിന്തിതമായ അഭിപ്രായം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ശരി, ശ്രീ ആർ ബാബു, എന്ന് പറഞ്ഞാൽ അതിനിഷ്ഠുരമായ കൊലപാതകമാണ്. ഏതാണ്ട് പുലർച്ചെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ മുന്നിലിട്ട് നിഷ്ഠൂരമായി മഴ കൊണ്ട് തലക്കടിച്ച് മുഖം വികൃതമാക്കി ഏറ്റവും അങ്ങേയറ്റം നിഷ്ഠൂരമായ കൊലപാതകം ഉണ്ടാകുന്നു. കൊലപാതകങ്ങൾ അത് ഏത് കൊലപാതകങ്ങളാണെങ്കിലും, അത് RSS നടത്തുന്നതാണെങ്കിലും CPM നടത്തിയതാണെങ്കിലും SDPI നടത്തിയതാണെങ്കിലും അത് ഏതോ കാലത്തുണ്ടായി എന്ന് പറയുന്ന മരണത്തിൻ്റെ ലിസ്റ്റ് എടുക്കൽ അംഗീകരിക്കാവതല്ല. ഇനി ഉണ്ടാവാൻ പാടേയില്ലാത്തതാണ്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് തൊട്ട് മുൻപ് നടന്നു ഒരു കൊലപാതകം. അതും ഇത്തരത്തിൽ നിഷ്ഠൂരമാണ്. അതും ഒരു സൗമ്യനായ വ്യക്തിയാണ്. അതും ഒരു അഭിഭാഷകനാണ്. അതും ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. അപ്പോൾ ആ കേസിലെ പ്രതികൾക്കും സമാനമായ രീതിയിൽ തന്നെ കൊലക്കയർ വേണം എന്ന് ഒരു മനുഷ്യസ്നേഹി ആർ ബാബു ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ അതിലേക്ക് വരാം ഹാഷ്മി. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന SDPIയുടെ പ്രതിനിധിയുടെ ഗ്രീവിയൻസ് എന്താണ്?
ഷാന്റെ കൊല കേസ് അതേപോലെ തത്തുല്യമായി വിചാരണ എസ് ടി പിയുടെ പ്രതിനിധി അല്ല കേട്ടോ. എസ് ടി പി അല്ല അമീൻ ഹാസൻ എസ് ടി പിയുടെ പ്രതിനിധി അല്ല, അഭിഭാഷകനാണെന്നുള്ള എസ് ടി പിയുടെ പ്രതിനിധി അല്ല. എസ് ടി പി ചർച്ചയിലേക്ക് ആളെ വിടുന്നില്ല. ചാറി ബാബു അല്ല, എസ് ടി പിയുടെ പ്രതിനിധി അല്ലെങ്കിലും എസ് ടി പി യേക്കാൾ നന്നായി വാദിക്കുന്നുണ്ട് എസ് ടി പിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എസ് ടി പി പ്രതിനിധി അല്ല, എസ് ടി പി പ്രതിനിധി അല്ല, അഭിഭാഷകനാണ്. അദ്ദേഹത്തെ പറ്റുള്ളൂ. അതെ ആർ വി ബാബു ഭീകരവാദിയാണെന്നൊക്കെ എനിക്ക് പറയാം. ആർ വി ബാബുവിനെ ഞാൻ മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അല്ല അതെ, സാങ്കേതികമാണ്. അത്രേ ഉള്ളൂ സാങ്കേതികം. അതെ ആർ വി ബാബു ഒരു ഭീകരവാദി ആയതുപോലെ ഞാനൊരു എസ് ടി പി പ്രതിനിധിയാണ്. സാങ്കേതികം. അതെ അത്രേ ഉള്ളൂ. മാന്യമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ തിരുത്തി അറിയോ പറഞ്ഞ ഞാൻ തിരുത്തി. ബാബു ഞാന് അല്ലല്ല, എന്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല ഹാഷ്മി. ഇവിടെ എസ് ടി പിയുടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഉത്തരം പറയട്ടെ. ഷാന്റെ വിചാരണ നീളാനുള്ള കാരണം എന്തായിരുന്നു? രണ്ട് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചല്ലോ. ആ പ്രോസിക്യൂട്ടർമാർ ഇട്ടുകൊണ്ട് ഓടി. CS അജയ്കുമാർ, നിങ്ങൾ പറയുമ്പോൾ അതുകൂടി പറയാൻ ബാധ്യസ്ഥനാണ് മിസ്റ്റർ. എന്തുകൊണ്ടാണ് CS അജയ്കുമാർ പ്രോസിക്യൂഷൻ ഒഴിഞ്ഞുപോയത്? എന്തുകൊണ്ടാണ് സുരേഷ് ബാബു പ്രോസിക്യൂഷൻ ഒഴിഞ്ഞുപോയത്? അവസാനം നിങ്ങൾ ആദ്യം വെച്ച പ്രോസിക്യൂട്ടർ, സർക്കാർ വെച്ച പ്രോസിക്യൂട്ടറിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പറയുന്ന പ്രോസിക്യൂട്ടറെ വെക്കാം എന്ന് സർക്കാർ സമ്മതിച്ചു. അങ്ങനെ അജയ്കുമാറിനെ വെച്ചു. അജയ്കുമാർ കേസ് നടത്താൻ തയ്യാറില്ല എന്ന് പറഞ്ഞു പോയി. അതിനുശേഷം കുറെ കഴിഞ്ഞ് നമുക്കറിയാലോ, ഓരോ പ്രോസസ്സിനും അതിന്റെ സമയമെടുക്കും. അങ്ങനെ ഒരാളെ മാറ്റിയിട്ട് മറ്റൊരാളെ വെക്കുക എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കടന്നു പോകും. അടുത്ത ആളെ വെക്കുന്നു, അയാളും ഇട്ടുകൊണ്ട് പോകുന്നു. ഇപ്പൊ ഹാരിസ് എന്ന് പറയുന്ന ആളെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വെച്ചു. ഇപ്പൊ കേസ് വിചാരണ നടത്താൻ പോകുന്നു. ഇത് ഈ എസ് ടി പിയുടെ കേസിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഹാഷ്മി. അവര് രഞ്ജിത് ശ്രീനിവാസന്റെ കേസ് വന്ന സമയത്ത് എന്താ പറഞ്ഞു? ആലപ്പുഴ ജില്ലയിൽ നിന്ന് കേസ് കൊല്ലത്തേക്ക് മാറ്റണം. ആലപ്പുഴ ജില്ലയിൽ വക്കീലന്മാരും ഇവർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറല്ല. ഇവര് ഭീകര സംഘടനയാണെന്ന് വളരെ വ്യക്തമായിട്ട് വക്കീലന്മാർക്കും ഇവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാർ പോലും തയ്യാറല്ല. ശരി ബാബു, പക്ഷേ ആ കേസിലും സമാനമായാണ് കൊലപാതകം. വണ്ടി ഇടിച്ചിട്ട് വെട്ടിക്കൊന്നു. അന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് RSSന്റെ ജില്ലാ കാര്യാലയത്തിൽ അതിന് ഗൂഢാലോചന ഉണ്ടായി. അപ്പൊ ഗൂഢാലോചന ആ വഴിയിലുണ്ടായി, കൊലപാതകം ഉണ്ടായി, നിഷ്ഠൂരത ഒക്കെ ആവർത്തിക്കുന്നു. ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് തൂക്കുകയർ കിട്ടിയതുപോലെ എല്ലാ കൊലപാതക കേസിലെ പ്രതികൾക്കും തൂക്കുകയർ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കണ്ടേ ആർ വി ബാബു? അല്ല, എല്ലാ കൊലപാതക കേസിലെ പ്രതികളും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ തക്കതായ ശിക്ഷ കിട്ടണം. സംശയമൊന്നുമില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ, കോടതി കണ്ടെത്തിയാൽ തക്കതായ ശിക്ഷ കിട്ടണം. അത് ഷാന്റെ വധക്കേസിലായാലും കൊള്ളാം, രഞ്ജിത് ശ്രീനിവാസന്റെ കേസിലായാലും കൊള്ളാം. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ രഞ്ജിത് ശ്രീനിവാസന്റെ കേസ് വിചാരണ ചെയ്യപ്പെടുന്നത് അതിനെ സംബന്ധിച്ചോളം ഈ പ്രതികൾ അവരാവശ്യപ്പെട്ടത് എന്തായിരുന്നു? ആലപ്പുഴ ജില്ലയിൽ പറ്റില്ല എന്നല്ല. ഈ STPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളോടുള്ള പബ്ലിക്കിന്റെ സമീപനം എന്തായിരുന്നു? അത് ആ പൊതുസമൂഹത്തിനുള്ളിൽ മര്യാദയ്ക്ക് ജീവിച്ചോ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, അവലും മലരും കരുതി വെക്കാം, കുന്തിരിക്കാം കരുതി വെക്കാം എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് പൊതുസമൂഹത്തെ ഭീഷണിപ്പെടുത്തി ഭീകരതയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഘടനയുടെ ആളുകൾ നടത്തുന്ന കൊലപാതകത്തെ നമ്മൾ ഭീകരവാദികൾ നടത്തിയ കൊലപാതകം എന്ന് പറയുക. കൊലപാതകത്തെ ഇപ്പൊ ഇവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഹാഷ്മി? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും ഭീകരവാദികൾ നടത്തുന്ന കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും ഒക്കെ ഒരേ ത്രാസിലിട്ട് തൂക്കുകയാണ്. ഒരേ ത്രാസേ ഉള്ളൂ സാർ, ഒറ്റ ത്രാസേ ഉള്ളൂ. കൊലപാതകം എല്ലാം കൊലപാതകമാണ്. എല്ലാത്തിന്റെയും എന്താണ്, എല്ലാവരുടെയും മണ്ട പിളർന്ന് ശരീരങ്ങൾ ആകമാനം വെട്ടി സാർ, ശരീരം ആസകലം വെട്ടി ഇല്ലാതാക്കി ജീവച്ഛവമാക്കി കൊന്നുകളയുകയാണ്. ആ വീട്ടിൽ നിന്ന് അച്ഛന് മകനെ നഷ്ടമാക്കുകയാണ്, അമ്മയ്ക്ക് മകനെ നഷ്ടമാക്കുകയാണ്. അവർ മരിക്കും വരെ ഈ പറയുന്ന പുത്രദുഃഖത്തിൽ നീറാനിടുകയാണ്, മക്കളെ അനാഥമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങൾക്ക് ഒറ്റ ഒന്നേ ഉള്ളൂ. എല്ലാം ഒരു കൊലപാതകമാണ് ശ്രീ ആർ വി ബാബു. താങ്കൾ അതിന്റെ സാങ്കേതികത്വത്തിലേക്കോ UP-യിലേക്കോ ഒക്കെ പോയാലും അല്ല ഹാഷ്മി, ഇവിടെയാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയ അപകടം. കൊലപാതകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം കൊലപാതകം തന്നെയാണ്. തൂക്കിക്കൊലയും കൊലപാതകം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നമുക്ക് കൊലപാതകം ചെയ്യുമ്പോൾ പോലും അത് ചെയ്യുന്നത് ആരാണ്, ഏത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, അവരെ നയിച്ച പ്രത്യയശാസ്ത്രം എന്താണ്, അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ്, അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കൊലപാതക കേസിൽ 302 അല്ലെങ്കിൽ 307 ഇത് 302 ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മറ്റു വകുപ്പുകൾ
നല്ല കൊലപാതകം മോശം അങ്ങനെയല്ലല്ലോ കൊലപാതകം ഹാഷ്മി. എന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ UAP ആക്ട് എന്താ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നമ്മൾ നല്ല കൊലപാതകം മോശം കൊലപാതകം എന്നുണ്ടോ? UAP കൊലപാതകം UAP ഇല്ലാത്ത കൊലപാതകം എന്നുണ്ടോ? അല്ല, ഇവിടെ എന്താണെന്നറിയോ, ഇതിനെ ആസൂത്രിതമായി ജനറലൈസ് ചെയ്യാണ്. അതായത് RSSകാർ കൊന്നിട്ടില്ലേ, CPMകാർ കൊന്നിട്ടില്ലേ, ആസൂത്രിതമായി അല്ല സർ. ഇവിടെ കൈവെട്ട് കേസ് ഒരുപാട് ആളുകളുടെ കൈവെട്ടിയിട്ടുണ്ട്. ജോസഫ് സാറിന്റെ കൈവെട്ടിന് അതിനൊരു പ്രത്യേക മാനമുണ്ട്. ഒരുപാട് ആളുകളുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ട്. കനയ്യലാലിന്റെ കഴുത്തറുത്ത് കൊന്നതിന് ഒരു പ്രത്യേക മാനമുണ്ട്. ആ മാനം ഹാഷ്മിക്ക് മനസ്സിലാവില്ലെന്നാണോ ഹാഷ്മി പറയുന്നത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഹാഷ്മി നിങ്ങളൊരു പത്രപ്രവർത്തകനാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയാണോ ഒരു കൊലപാതകത്തെ? ആർവി ബാബുവിന്റെ സംശയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ആർവി ബാബുവിന്റെ സംശയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഞാൻ കണ്ണട വെക്കാതിരിക്കുകയാണ്. ആർവി ബാബു, ഞാനൊരു കണ്ണട വെക്കാതിരിക്കുകയാണ്. ഞാനൊരു കണ്ണട വെക്കാതിരിക്കുകയാണ്. ആർവി ബാബു, ഞാനൊരു കണ്ണട വെക്കാതിരിക്കുകയാണ്. ഞാൻ കാണുന്ന കാഴ്ചകൾ മനുഷ്യനെ കാണുന്ന കാഴ്ചയാണ്. അവിടെ ജാതി ഇല്ലാത്ത മതമില്ലാത്ത മനുഷ്യനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അവിടെ കൊലപാതകങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവനെ തീർക്കുക, ഏത് ഹീനമായ രീതിയിൽ തീർത്ത് കളയുക എന്നുള്ളതാണ്. ഭീകരവാദികളുണ്ടെങ്കിൽ, അത് ഭീകരവാദിയാണെങ്കിലും ഭീകരവാദി അല്ലെങ്കിലും ഒരാളെ ഹിംസിക്കുക എന്നുള്ളതാണ്. ഒരാളെ ഹിംസിക്കുക. ഗാന്ധിവധത്തിന്റെ ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഗാന്ധിവധത്തിന്റെ ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്. ഗാന്ധിവധത്തിന്റെ ദിവസമാണ് നമ്മൾ ഇരിക്കുന്നത്. ഉന്മൂലനം ചെയ്യുക, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഹിംസ നടത്തി ഇല്ലാതായി കളയുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കൊലപാതകങ്ങൾക്ക്, ഇത്തരം കൊലപാതകങ്ങൾക്ക്. ആർവി ബാബു, അതെനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ടാണ്. അത് തന്നെയാണ് ഗാന്ധിവധത്തിന്റെ. അതല്ല അതുകൊണ്ട് കാര്യമില്ല ഹാഷ്മി. നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നു എല്ലാ കൊലപാതകങ്ങളെയും. ജനറലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങള്. ഭീകരവാദത്തിന്റെ പ്രത്യേകത എന്താ? അതുകൊണ്ടാണല്ലോ ഭീകരവാദത്തിന് പ്രത്യേക വകുപ്പുകളും നമ്മുടെ CRPCയിൽ പ്രത്യേക വകുപ്പുകളും IPCയിൽ പ്രത്യേക വകുപ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഭീകരവാദത്തെയും സാധാരണ കൊലപാതകത്തെയും ഒരേപോലെയാണോ കാണുന്നത്? അല്ല. കോടതിയും നിയമ സംവിധാനങ്ങളും ഗവൺമെന്റും അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് SDPI തുടങ്ങിയിട്ടുള്ളത് ഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് ഹാഷ്മി ഇപ്പോ ആ പോപ്പുലർ ഫണ്ട് ആരും കൂടി ഉള്ള കൊലപാതകമാണ്, നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആകണം കോടതി 15 പേർക്ക് തൂക്കുകയർ വിധിച്ചിട്ടുള്ളത്. കാരണം അത് ഭീകരവാദ സംഘടന ചെയ്തൊരു കൊലപാതകമാണ്. നമുക്ക് മറ്റു കൊലപാതകങ്ങളെ പോലെ അതിനെ കാണാൻ സാധ്യമല്ല. അങ്ങയുടെ വാദം അവതരിപ്പിച്ചു. ഇവിടെ ഞാൻ പറയുന്നത്, എൻ്റെ വാദം എന്താണ്, ഞാൻ കുറച്ചുകൂടി വിശാലമായ മാനവികതയുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുകയാണ്. വിശാലമായ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന കോടതി, ഈ പറയുന്ന സർക്കാർ, ഈ പറയുന്ന UAPA, ഈ പറയുന്ന എന്താണ് ഓരോരോ കോളങ്ങൾ, ഓരോരോ പ്രത്യയശാസ്ത്രങ്ങൾ എന്നതിനപ്പുറം കൊല്ലപ്പെടുന്നത് എല്ലാവരും മനുഷ്യരാണ് എന്ന ഒരു ആലോചന എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ മാനവികതയാണ്. അത് പോട്ടെ. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഈ കേസ് എന്തായാലും മുഗൾ കോടതിയിലേക്ക് പോകാൻ പോകുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. ജയകൃഷ്ണ മാസ്റ്റർ വധക്കേസ് എന്ന് പറഞ്ഞാൽ അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു. ഈ പറഞ്ഞ നിഷ്ഠൂരതയുടെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കുട്ടികളുടെ മുന്നിലോട്ട് കൊന്നു. അതിലൊരു കുട്ടി, അന്ന് ഏറ്റവും ചെറിയ പ്രായമുണ്ടായിരുന്ന കുട്ടി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ഷോക്കാണ്, അന്ന് അനുഭവിച്ച ഷോക്കാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, എന്നിട്ട് പോലും അത് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രതികളെ വെറുതെ വിടുന്നത് കണ്ടു, പ്രതികൾക്ക് തടവ് ശിക്ഷയെ ചുരുക്കുന്നത് കണ്ടു. ഒരു പ്രതിയുടെ മാത്രം ആണോ ശരിവെച്ച് അത് നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പ്രശാന്ത് പത്മനാഭൻ, ഇതിൻ്റെ മേൽക്കോടതിയിലേക്കുള്ള പ്രയാണം എന്താകും എന്നാണ് അങ്ങയുടെ ഒരു ധാരണ, അങ്ങയുടെ ഒരു ആലോചന? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ജനറലായിട്ട് പറയാം. കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിൽ പറയുന്നത് ഇപ്പോൾ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെത്ത് സെൻറ്റൻസ് ഹൈക്കോടതി കൺഫേം ചെയ്യണം. സെക്ഷൻ 366 CRPC അനുസരിച്ച് ഹൈക്കോടതിയിൽ ഈ ഡെത്ത് സെൻറ്റൻസ് കൺഫേം ചെയ്യാനായിട്ട് അയക്കേണ്ടതുണ്ട്. ആ സമയത്ത് പ്രതികൾക്ക്, ഈ ശിക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും അപ്പീലിനുള്ള അവസരമുണ്ട്. അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ഹൈക്കോടതി ഇത് മുഴുവൻ എവിഡൻസും അപ്രീഷിയേറ്റ് ചെയ്യും. എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന അപ്പീൽ പെൻഡിങ് ആണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം കാണാൻ. ഒരു കേസ് കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസിൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ ചാനലുകളിൽ ചർച്ചകൾ പങ്കെടുക്കരുതെന്ന് അഭിഭാഷകരോട് പ്രത്യേകം സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലുണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കേസിന്റെ കാര്യം അതേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കേസിൽ നേരത്തെ വന്നപ്പോൾ സ്കൂൾ കുട്ടികളുടെ മുന്നിലിട്ട് കൊന്ന കേസ് അങ്ങയുടെ ഓർമ്മയിലുണ്ട്. പല കേസുകളിലും അതെ,
അല്ല, അതുപോലെ പല കേസുകളിലും മുകളിലത്തെ കോടതികളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ എവിഡൻസും പുനഃപരിശോധിക്കപ്പെടും. പുനഃപരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധികളിലെ മാനദണ്ഡം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അഹിംസയ്ക്ക് വേണ്ടി വാദിച്ച ലോകത്തെ ഏറ്റവും വലിയ അഹിംസാവാദിയുടെ രക്തസാക്ഷിത്വ ദിനമാണിന്ന്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെ വധിച്ചയാളെ തന്നെ തൂക്കിലേറ്റിക്കൊണ്ടാണ് ഇന്ത്യ വധശിക്ഷ റീറ്റെയിൻ ചെയ്തത്. നമുക്കൊരു ഭരണഘടന കിട്ടി, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും വധശിക്ഷ നമ്മുടെ നിയമത്തിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലെജിസ്ലേറ്റീവ് പോളിസി അല്ലെ CRPC സെക്ഷൻ 354 പറയുന്നുണ്ട്, വളരെ അപൂർവമായിട്ടുള്ള കാരണങ്ങളുടെ പുറത്താണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. അത് ജഡ്ജി പ്രത്യേകം എഴുതണം, എന്താണ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്. ജീവപര്യന്തമാണ് സാധാരണ കൊടുക്കേണ്ടത്, വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് എന്ന് എഴുതണം. സുപ്രീം കോടതി വളരെ നേരത്തെ തന്നെ ബച്ചൻ സിംഗ് കേസിൽ പറഞ്ഞിരുന്നു, ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് അതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇത്രയും ഹീനമായ ഒരു കൃത്യം നടന്നത്, എന്ത് സാഹചര്യങ്ങളാണ്, നേരത്തെ ഉള്ള പ്രീ മെഡിറ്റേറ്റഡ് പ്ലാൻ ആണോ അതോ പെട്ടെന്നുണ്ടായ ഒരു ആങ്കറിൻ്റെ പുറത്താണോ, പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ നോക്കിയിട്ടാണ് ഓരോ കേസിലും ഓരോ വ്യക്തിയെയും കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വധശിക്ഷയാണോ അല്ലെങ്കിൽ വധശിക്ഷ കുറഞ്ഞ ജീവപര്യന്തമാണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഈ ഒരു കേസിൽ 15 പേരെ ശിക്ഷിക്കുമ്പോൾ അതിനകത്ത് 8 പേർക്ക് ഡയറക്റ്റ് പങ്കുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നവരാണ്. അതിൻ്റെ പുറത്തുള്ള തെളിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തെളിവുകൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജഡ്ജ്മെൻറ്റിൽ. പക്ഷേ അത് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പരിശോധന താൽക്കാലികമായിട്ട് സാധ്യമല്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ മാനദണ്ഡങ്ങൾ ഈ ട്രയൽ ജഡ്ജ് ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞ ശരിയാണ്, ആർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. അത് ഏത് കൊലപാതകമാണെങ്കിലും അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. നിയമവാഴ്ച ഉറപ്പാക്കേണ്ട ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക്, പോലീസിനും കോടതികൾക്കും ഒക്കെ അത് എല്ലാവരുടെയും ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാന കടമ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ചെയ്യാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആരും നിയമം കയ്യിലെടുക്കാൻ സാധ്യമല്ല. ഒരു കൊലപാതകത്തിന് പ്രതികാരമായിട്ട് വേറൊരു കൊലപാതകം ചെയ്യുന്നത് ഒരിക്കലും ജസ്റ്റിഫിക്കേഷൻ അല്ല. ആ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് കോടതിയിൽ ഒരു കേസ് എത്തുമ്പോൾ ഓരോ വ്യക്തികൾക്കും എന്താണ് ഇതിനകത്ത് പങ്കെന്നുള്ളത് കോടതി വിശദമായിട്ട് പരിശോധിക്കുന്നു. അതിനുശേഷം ആ കണ്ടെത്തിയ ആ കുറ്റക്കാരെന്നുള്ള കണ്ടെത്തലുകൾ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് അവരിൽ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസിനകത്ത് പറയുന്ന 1-2 കാരണങ്ങൾ ഞാൻ വായിക്കാം. അത് ഈ കേസിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് പറയണം. ഒന്ന്, റിഫർമേഷൻ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ പോസിബിൾ അല്ല എന്ന് ഓരോ വധശിക്ഷ ആർക്കൊക്കെയാണോ കൊടുക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും കേസിൽ കോടതി എഴുതണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നയാളെ റിഫോം ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഇതിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് എഴുതണം. രണ്ടാമത്, അക്യൂസ്ഡ് ബിലീവ് ദാറ്റ് ഹി വാസ് മോറലി ജസ്റ്റിഫൈഡ് ഇൻ കമ്മിറ്റിംഗ് ദ ഒഫൻസ്. ഇത് ഒരു കൊലപാതകത്തിന് ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ആ ഒരു മെന്റൽ സ്റ്റേജിലായിരുന്നോ, ഈ പറഞ്ഞത് ശരിയാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണോ? ഇത് മിറ്റിഗേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവ സ്വഭാവം കുറയ്ക്കുന്നതാണ്. അതായത് വധശിക്ഷയ്ക്ക് പകരമായിട്ട് വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാവോ, ജീവപര്യന്തം കൊടുക്കാവോ എന്ന് നോക്കുമ്പോൾ കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇതിനകത്ത് ഈ ഡെത്ത് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹൈലി ജഡ്ജ് സെൻട്രിക്കാന്ന് പറയും. അതായത് ചില ജഡ്ജസ്, അത് സുപ്രീം കോടതി വരെ എങ്ങനെയാണ്, ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കയിലെ സുപ്രീം കോടതിയിലും ഒക്കെയും ചില ജഡ്ജസ് ഒരിക്കലും വധശിക്ഷ കൊടുക്കാത്ത ജഡ്ജസ് ഉണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് SP സിൻഹ ഉണ്ടായിരുന്നു. അദ്ദേഹം ചൈൽഡ് റേപ്പ്, മർഡർ അങ്ങനെയുള്ള കേസുകൾ പോലും ഹൈക്കോടതി വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ അതെല്ലാം കുറച്ചുകൊണ്ടിരുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഒരു വധശിക്ഷ പോലും ശരിവച്ചിട്ടില്ല. അതേസമയത്ത് ജസ്റ്റിസ് അരിജിത് പസായത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന എല്ലാ ഡെത്ത് സെൻറ്റൻസ് കേസുകളും അത് ശരിവെക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് മാനുഷികമായിട്ടുള്ള തെറ്റുകൾ ഇതിൽ പറ്റാം. ജഡ്ജസ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യരാണ്, അവർ നിയമത്തിൽ പ്രത്യേക ട്രെയിനിങ് ഉള്ളവരാണ്, അതിനകത്താണ് അവരുടെ എക്സ്പെർട്ടൈസ്. അപ്പോൾ ഇത് ആദ്യം ഹൈക്കോടതിയിലെത്തി അവിടെ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇതിനകത്ത് ഓരോരുത്തരുടെയും ശിക്ഷ ശരിവെക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ശരിവെക്കുകയോ അല്ലെങ്കിൽ ചിലരെയൊക്കെ ചിലപ്പോൾ നിരപരാധികളെന്ന് കണ്ടെത്തി വെറുതെ വിടാം,
ചിലരുടെ ശിക്ഷ കുറയ്ക്കാം. അതിനുശേഷം വീണ്ടും സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ പെറ്റീഷൻ വരും. സുപ്രീം കോടതിയിൽ ഒരു ഹിയറിംഗിന് ശേഷം ഒരു വിധി വന്നു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 9 കേസുകളിൽ സുപ്രീം കോടതി ഡീറ്റെയിൽ ആയിട്ട് വാദം പോലും കേൾക്കാതെ ഇൻലിമിനി ഡിസ്മിസൽ എന്ന് പറയും, ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ സ്പെഷ്യൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് വധശിക്ഷ ശരിവെച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സുപ്രീം കോടതി ശരിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ റിവ്യൂ ഉണ്ട്. റിവ്യൂവിന് ശേഷം ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് 5 ഏറ്റവും സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരുടെ മുമ്പിൽ പോകും ക്യൂറേറ്റീവ് പെറ്റീഷൻ. അതിനുശേഷം രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിയമത്തിന്റെ കടമ്പ വളരെ വലുതാണ്. പക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ജയിലിലായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് അപ്പീൽ നടക്കുമ്പോഴും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അവസാന വധശിക്ഷ നടന്നിട്ട് വർഷങ്ങളായി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, നിർഭയ വധക്കേസിലെ പ്രതികൾക്കാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ. അത് ഒരുപാട് വർഷങ്ങളായി. അതിനുശേഷവും ഓരോ വർഷാവർഷം കൂടുതൽ പ്രതികൾക്ക് വധശിക്ഷ ഉണ്ടാകുന്നുണ്ട്, എവിടെയും എത്താൻ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അമീൻ ഹസൻ, ഇവിടെ താങ്കൾ പറഞ്ഞു അഡ്വക്കേറ്റ് ഷാൻ വധക്കേസിലെ പ്രതികളുടെ കാര്യം ശരിയാണ്. അവർ ജാമ്യത്തിലാണ്. അതിലൊരാളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാവരും 13 പ്രതികൾ RSS പ്രവർത്തകരാണ്. എല്ലാവരും പുറത്താണ്. ശ്രീ അമീൻ ഹസൻ, ഇത് ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ പോലും ടെക്നിക്കലി 2 കേസാണ്, 2 കോടതിയാണ്, 2 അന്വേഷണ സംഘമാണ്. സാങ്കേതികമായി രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്. അതിലൊരു കേസിൽ വളരെ പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നു, വളരെ പെട്ടെന്ന് അതിൽ വിചാരണ നടക്കുന്നു, അതിൻ്റെ ശിക്ഷാവിധിയിലേക്ക് എത്തുന്നു. മറ്റൊരു കേസിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇരട്ട നീതി എന്ന വാദം, ഇത് രണ്ട് കേസായതും 2 രീതിയിൽ നടക്കുന്നതായതുകൊണ്ടും വാദം നിലനിൽക്കുന്നതാണോ ശ്രീ അമീൻ ഹസൻ? അതിൽ ഒന്നാമത്തെ കാര്യം ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അത് മനസ്സിലാവും. പക്ഷേ ഹാഷ്മി നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ, ചോര, നീതി എന്ന് തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെ ഉള്ള സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാവുമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഞാൻ രഞ്ജിത്ത് ശ്രീനിവാസൻ ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ എനിക്ക് വിരോധമില്ല. എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടണം എന്നാണ് എൻ്റെ നിലപാട്. ശിക്ഷിക്കപ്പെടുന്നത് വരെയും പ്രതികൾക്ക് ജാമ്യം കിട്ടണം. ഒരു കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കുകയും സമാനമായ ഒരേ സ്വഭാവത്തിൽ 24 മണിക്കൂറിനുള്ളിൽ നടന്ന 2 കൊലപാതകങ്ങൾ, അതിനെ ഭരണകൂടം എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ പാലക്കാട് നടന്ന 2 കൊലപാതകങ്ങളുണ്ട്. ഒന്നിപ്പോൾ UAPA ഒക്കെ ഇട്ട് NIA അന്വേഷിക്കുന്നു. മറ്റൊരു കേസിലെ പ്രതികൾ ഈ സാധാരണ പോലെ നാട്ടിൽ ജാമ്യമൊക്കെ കിട്ടി ഇറങ്ങി നടക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭീതിയും ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുണ്ടാകുന്ന ഫീലിങ്ങും നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാനത് അവിടെ വിടുന്നു. എനിക്ക് പറയാനുള്ളത് വധശിക്ഷയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ 2 പ്രോസിക്യൂട്ടർമാർ മാറി. 2 പ്രോസിക്യൂട്ടർ മാറി. ഇപ്പൊ PP ഹാരിസിനെ ഈ മിനിഞ്ഞാന്നെന്താണ് വീണ്ടും നിയമിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ സംസ്ഥാനത്ത് എത്ര കേസുകൾ നടക്കുന്നു ശ്രീ അമീൻ ഹസൻ? എത്ര കേസുകളിലാകാവുന്നു? ഇപ്പൊ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? ആ പ്രതികൾക്ക് ജാമ്യം കിട്ടി, ഈ പ്രതി ജാമ്യം കിട്ടിയില്ല, എങ്ങനെയാണ് പറയാൻ കഴിയുക? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് ഒരേ കേസിൽ 2 അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഒന്നിന് ഒരു അതീവമായ പ്രാധാന്യം ലഭിക്കുകയും അതിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുകയും മറ്റൊരു കേസിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കപ്പെടാതിരിക്കുകയോ പ്രതികൾക്ക് ജാമ്യം കിട്ടുകയോ ചെയ്യുന്നത് ആളുകളിൽ സൃഷ്ടിക്കുന്ന മാനസികമായ അവസ്ഥ എന്തായിരിക്കും? ഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഓർക്കാതെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധിയെക്കുറിച്ച് സമൂഹത്തിന് ചർച്ച ചെയ്യാൻ കഴിയുമോ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RV ബാബുവിനും അത് കഴിയരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം, എനിക്ക് ബൽക്കീസ് ബാനു കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് പോലും അഭിപ്രായമില്ല. പക്ഷെ RV ബാബുവിൻ്റെ സർക്കാർ, ഗുജറാത്തിലെ സർക്കാർ, ബൽക്കീസ് ബാനു എന്ന് പറയുന്നത് ഗോദ്രയിലെ റിലീഫ് ക്യാമ്പിലിരുന്ന് ഒരു സ്ത്രീ, താൻ അതിക്രൂരമായി 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ താൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും തൻ്റെ മുമ്പിൽ പെൺകുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും 14 പേരെ കൊല്ലുന്നതും താൻ കണ്ടു എന്ന് പറഞ്ഞതിൽ അതിനേക്കാൾ ഭീകരമായ ഒരു കൊലപാതകം, ഒരു കൂട്ടക്കൊലപാതകം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടോ? ആ പ്രതികൾക്ക് ഗുജറാത്തിലെ സർക്കാർ അവരുടെ അധികാര പരിധിയിൽ ഇല്ലാത്തൊരു കാര്യം
മഹാരാഷ്ട്രയിൽ നടന്നൊരു വിചാരണയിൽ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ ഇളവ് ചെയ്ത് അവരെ വെറുതെ വിട്ടതിനെ കുറിച്ച് RV ബാബുവിന് എന്താണ് പറയാനുണ്ടാവുക? ഈ ഇരട്ട നീതി സമൂഹത്തിൽ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മാത്രമാണ് ഒരു വശത്ത് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷാന്റെ കേസിൽ മാത്രമല്ല, കൊടിഞ്ഞിയിൽ നമ്മുടെ നാട്ടിൽ ഏതു മനുഷ്യനും ഏതു മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സ്വകാര്യമായി അയാൾ മതം മാറി എന്നതാണ് കുറ്റം. അയാളെ RSSകാർ മലപ്പുറം ജില്ലയിൽ എൻ്റെ നാട്ടിൽ കൊല ചെയ്യുന്നു. അതിൽ UAPA ഇല്ല. അതിൽ അന്വേഷണം വളരെ വൈകി, വളരെ വീക്കായ ഒരു അന്വേഷണം നടക്കുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു. വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് മനുഷ്യർക്ക് എന്തു തോന്നും? ഇതാണ് ഞാൻ മാനുഷികമായ ഒരു തലത്തിൽ, ഹാഷ്മി അതിന്റെ ആളാണല്ലോ, നിയമം പറയരുത് എന്നാണ് പറഞ്ഞത്. മാനുഷികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് മാനുഷികമായി നിൽക്കുന്നത് പരിഹസിക്കല്ലേ? സംസാരിച്ചാൽ മാനുഷ്യത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും പറയുന്നതിനെ പരിഹസിക്കല്ലേ അമീൻ ഹസൻ? ഞാൻ അതിന്റെ ആള് തന്നെയാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിൽ പരിഹാസത്തിന്റെ എലമെന്റ് ഇല്ല ഹാഷ്മി. അതിലുള്ളത് ചില സന്ദർഭങ്ങളിൽ, അതാണ് ഞാൻ വധശിക്ഷയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്, ചില സന്ദർഭങ്ങളിൽ നീതി എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയെ നിലനിർത്തലാണ്. ലോകത്ത് ക്യാപിറ്റൽ ബഹുമാന്യനായ സുപ്രീം കോടതി അഭിഭാഷകൻ അത് വളരെ കൃത്യമായി പറഞ്ഞു. ലോകത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ചുണ്ടായ പുനർവിചിന്തനങ്ങളെ തുടർന്നാണ് നമ്മുടെ കോടതികളും സുപ്രീം കോടതി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കേസുകളിൽ വളരെ ബ്രൂട്ടലാണ്, ഹീനിയസ് ആണ് ഒരു ക്രൈം എന്നുള്ളത് കൊണ്ട്, ഒരു കൊലപാതകം എന്നുള്ളത് കൊണ്ട് വധശിക്ഷ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം വധശിക്ഷ നൽകാൻ കഴിയില്ല. ഈ കേസിൽ 24 വയസ്സുകാരനായ ഒരു പ്രതിയുണ്ട്. ആ പ്രതിക്ക് വധശിക്ഷ നൽകുന്നതിന് കോടതി കണ്ടെത്തിയ ന്യായം മറ്റൊരുപാട് കേസുകളിൽ 24 വയസ്സുകാരായ പ്രതികൾക്ക് റേപ്പ് കേസ് ഉൾപ്പെടെ, റേപ്പ് ആൻഡ് മർഡർ ഉണ്ടാവുന്ന കേസുകൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് 24 വയസ്സായ പ്രതികൾക്ക് വധശിക്ഷ നൽകിയിട്ടുണ്ട്. വധശിക്ഷ നൽകാനുള്ള തീരുമാനത്തോട് ഞാൻ വിയോജിക്കുന്നു. അത് ഈ കേസിൽ മാത്രമല്ല, വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷാരീതിയോടുള്ള എൻ്റെ കാഴ്ചപ്പാട് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത്തരത്തിലൊരു വൈകാരികമായ സമീപനം സൃഷ്ടിച്ചുകൊണ്ടല്ല നീതിയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ സാമൂഹികമായി അവസ്ഥകളെ പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും പ്രതികാരങ്ങളും ഉണ്ടാവുന്നു? അത് ആളുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ്, അതിൽ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം എന്താണ്, നീതി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഭരണകൂടങ്ങൾ തയ്യാറാവണം. ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്. ഷാൻ വധക്കേസിൽ അടിയന്തരമായി വിചാരണ നടത്തി സമാനമായ രീതിയിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിൽ വീഴ്ച ഉണ്ടാവരുത്. ഈ താരതമ്യം സ്വാഭാവികമായി വരും ഹാഷ്മി. ശരി ആർവി ബാബു, എല്ലാ കേസിലും വരും. ശരി ആർവി ബാബു, ആ ആവശ്യം ന്യായമല്ലേ? സമാനമായ രീതിയിൽ, സമാനമായ അവസ്ഥയിൽ, സമാനമായ പദവിയിലുള്ള മറ്റൊരാൾ കൊല്ലപ്പെട്ടതിലെ പ്രതികളും കുറ്റക്കാരാണെങ്കിൽ സമാനമായ തൂക്കുകയർ വേണം എന്ന ഈ ദിവസത്തെ ആവശ്യം ന്യായമല്ലേ ബാബു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതായത് ഷാൻ കൊലക്കേസിലെ പ്രതികൾ അവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ കുറ്റക്കാരാണെന്ന് കാണുമ്പോഴാണല്ലോ അവർ ശിക്ഷിക്കുന്ന പ്രശ്നം വരുന്നത്. ഇപ്പോൾ അവർക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു. അവർ ഹൈക്കോടതിയിൽ വരെ പോയിട്ടാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അതായത് അതിന്റെ പ്രൊസീജിയറിലൂടെ പോയി അവർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി. അങ്ങനെയാണ് അവര് ജാമ്യത്തിൽ അങ്ങനെയല്ലെന്നാണ് എൻ്റെ അറിവ്. ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ട് കീഴ്ക്കോടതിയിൽ ജാമ്യം കിട്ടിയെന്നുള്ളതാണ് എൻ്റെ അറിവ്. കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ എൻ്റെ അറിവ്. ഞാൻ തെറ്റാണെങ്കിൽ തിരുത്താം. ഹാഷ്മി അതൊന്ന് പോയി അന്വേഷിക്കും. ആദ്യം അതൊന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കൂ. അന്വേഷിക്കാം. ഷാന്റെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ വരെ പോയിട്ടാണ് അവർ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ഞാൻ പറഞ്ഞത്, ഈ പ്രതികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് അവരുടെ കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാകുന്നതാണ് പ്രതികളുടെയും താല്പര്യം, അല്ലേ? ഇതെന്താവും എന്ന ഒരു വേവലാതി കൊണ്ട് അവരും ജീവിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ട്രയൽ നടത്തി തങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അപ്പോൾ മാത്രമേ അപ്പെക്സ് കോടതിയിൽ, അപ്പീൽ കോടതിയിൽ പോകാനും മറ്റുമൊക്കെ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ആരായാലും ശരി, ഈ ട്രയൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാവാന്നുള്ളതാണ് ശരി. നീതിയുടെ വൈകിക്കൽ നീതിയുടെ നിഷേധമാണ് എന്ന പൊതു തത്വം തന്നെയാണ് എല്ലാ കാര്യത്തിലും. അത് ഈ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. ഇവിടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും രണ്ട് കേസാണ്. ഹാഷ്മി പറഞ്ഞ പോലെ രണ്ടും രണ്ട് കേസാണ്. ഒരു കേസ് എങ്ങനെയാണ്? രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസ്, രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിൽ കടന്നു ചെന്ന് ഭാര്യയുടെയും മക്കളുടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും മുന്നിലിട്ട് അതിക്രൂരമായി കൂടം കൊണ്ട് മുഖം അടിച്ച് തകർത്ത് ആണ് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്.
ഷാന്റെ കൊലപാതകം നടക്കുന്നു, ഷാനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്, രണ്ടുപേരും കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഷാന്റെ കൊലപാതകത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുവഴിയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, 10-40 വെട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്, അതും ക്രൂരമായിട്ടാണ് കൊലപാതകം. പക്ഷെ രണ്ടിന്റെയും ഓപ്പറേഷൻ, രണ്ടും നടന്ന സ്ഥലം, ഇതൊക്കെ നിയമത്തിൽ പ്രത്യേകതയുണ്ട് ഹാഷ്മി. നമ്മുടെ ഒരാളുടെ വീട്ടിൽ കയറി തല്ലുന്നതും പെരുവഴിയിൽ വെച്ച് തല്ലുന്നതിനും 2 തരത്തിലാണ് നിയമം കാണുന്നത്. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബാബു കാണുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റി രണ്ടിലും 2ആണ്. ഇപ്പൊ ഞാൻ അഭിഭാഷകനല്ല, ആർവിഭാവ അഭിഭാഷകനല്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിഭാഷകനല്ല, ആർവിഭാവ അഭിഭാഷകനല്ല. അപ്പൊ നമ്മൾ അഭിഭാഷകരല്ലാത്ത നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 2 കൊലപാതകങ്ങളെയും ഏത് രീതിയിലാണ് ബാബു കാണുന്നത്? ഞാൻ അഭിഭാഷകനല്ല, ഹാഷ്മി അഭിഭാഷകനല്ല. പക്ഷേ കേസുകൾ നടക്കുന്ന രീതിയും പൊതുമണ്ഡലത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ചോദ്യം. ഇത്തരം കേസുകളെ ഒരുപാട് ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് എന്റെ ചോദ്യം. ഹാഷ്മി നിയമത്തിന്റെ വഴി നിൽക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അത് കോടതി വ്യവഹാരങ്ങൾ നടക്കട്ടെ, വക്കീൽമാർ വാദിക്കട്ടെ, അത് കോടതിയാണല്ലോ. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് 2 കൊലപാതകങ്ങൾ കാണുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം താങ്കൾ കാണുന്നത് എന്താണ് പറയുന്നത്? അല്ല 2 കൊലപാതകം തന്നെയാണ്, ആത്യന്തികമായി കൊല തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും കൊലപാതകം തന്നെയാണ്. ഇപ്പൊ സർക്കാർ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അതും ഒരു കൊലയാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കോടതി ചെയ്യുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൊലയാണ്. നമുക്ക് അല്ലാതെ വരുമ്പോൾ അതിനൊരു ലെജിറ്റിമേറ്റ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഹാഷ്മി, ഇതിനൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്യാണ്. അപ്പൊ എന്താ പറയാ, ഗാന്ധിയെ കൊന്നതുപോലെ ആ ഭീകരവാദം, അപ്പൊ ഇതിനൊക്കെ ജനറലൈസ് ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം പൊതുമണ്ഡലത്തിൽ നമ്മൾ ഇന്ന് കാണുന്നു. ഒന്നാമത്തെ കാര്യം. 2, ശ്രീ ആമീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ കേട്ടത്. തെറ്റാണെങ്കിൽ അത് തിരുത്തിക്കോളൂ. അദ്ദേഹം പറഞ്ഞു ഈ കേസില് ഈ കേസിൽ ബിൽക്കീസ് ബാനുവിന്റെ കേസ് എടുത്തിട്ട് അതിൽ നീതിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഗുജറാത്ത് സർക്കാർ വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആ കേസിനെ കുറിച്ച് പഠിക്കാഞ്ഞിട്ടാണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ്. അതെ, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് ഗുജറാത്ത് സർക്കാരാണ്. ഇതിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയുടെ കീഴിലാണ്. അതുകൊണ്ട് ഞങ്ങളല്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഗുജറാത്ത് സർക്കാരാണ്. ആ ഗുജറാത്ത് സർക്കാരിനോട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇപ്പൊ വിധി വന്നപ്പോ എനിക്ക് അത്ഭുതം തോന്നി. നമ്മൾ ആവശ്യം ഇരുന്നതാണ്. അതേ സുപ്രീം കോടതി പറഞ്ഞതാണ്, നിങ്ങൾ ഈ പറയുന്ന അതിക്രൂരമായ ബലാത്സംഗികളായ കൊലപാതകികളായ പ്രതികൾക്ക് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ ഒത്തുനിന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞാണ് കേട്ടോ. അറിയാവോ, താങ്കൾ ഒരു കോടതി വിധി കാണാതിരിക്കുകയും റീസെന്റ് ആയ കോടതി വിധി കാണാതിരിക്കുകയും ചെയ്യുന്നതിനെ കണ്ടതാണെന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ ന്യായം ഒരു ശരി, നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മൾ ഒരു തവണ ഇരുന്നതാണ്. അന്ന് നമ്മൾ അതേ കോടതി വിധി ചർച്ച ചെയ്തതാണ്. ആ കോടതി വിധിക്കകത്ത് നല്ല നക്ഷത്രം എഴുതി വെച്ചിരിക്കുന്നു, ഒരു സംസ്ഥാന സർക്കാർ ബലാത്സംഗികളുടെ ടൂൺ അനുസരിച്ച് തുള്ളി എന്ന് എഴുതി വെച്ച് നമ്മൾ വായിച്ചതാണ്. ശ്രീ ആർ ബാബു, അത് ഞാൻ അതാ പറഞ്ഞത്. ആ കോടതി വിധി വായിക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ കൊടുത്തില്ല എന്നാണ്, അല്ലേ ഹാഷ്മി? നിങ്ങൾ എന്തുകൊണ്ട് റിവ്യൂ കൊടുത്തില്ല? ഇതൊക്കെ ആ സുപ്രീം കോടതി വിധിയിലുള്ളതല്ലേ. അപ്പൊ അതൊക്കെ അങ്ങേയറ്റം അപഹാസ്യമാണ്. ഗുജറാത്ത് സർക്കാരിനെ വിമർശിച്ചിട്ടാണ് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീർന്നില്ല. സുപ്രീം കോടതിയെ കേസ് കൊണ്ടുവന്നത് ഞാനല്ല. സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനെ കുടഞ്ഞിട്ടാണ് കേട്ടോ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പ്രതികൾ ഏറ്റവും ഒടുവിൽ ആ പ്രതികൾക്ക് ജയിലിൽ കയറാൻ വയ്യ, വീണ്ടും കോടതിയിലേക്ക് പോയി. കോടതി എടുത്ത് 4 മടക്കി കൊട്ടയിലിട്ടു ആവശ്യം. വിഷയം വേറെയാണെങ്കിലും വിധി വളച്ചൊടിക്കരുത്. അല്ലല്ല, അതൊക്കെ ഓക്കെ. 4 8 ആയിട്ട് മടക്കി കൊട്ടയിലിടട്ടെ. പക്ഷെ ആ കോടതി വിധിയെ പബ്ലിക് ഡൊമൈനിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് പബ്ലിക് ഡൊമൈനിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അതോടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. അദ്ദേഹം അത് എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത്. ഇവിടെ ഹാഷ്മി, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ആരാണ് 2 ഭാഗത്തെയും കുറ്റവാളികൾ, ആരാണ് ഇതിന്റെ ഓപ്പറേഷൻ നടത്തിയത്. ഈ ചെയ്യുന്ന ആളുകൾ, അവരുടെ ഉദ്ദേശം. ഇപ്പൊ ഇവിടെ ഹാഷ്മി ഇൻട്രോയിൽ പറഞ്ഞു, ഈ ചെയ്ത ആളുകൾക്ക് ഒരു കുറ്റബോധം ഇല്ലാതെ അവർ ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട്, ഇൻട്രോയിലല്ല മറ്റേ ശ്രീനിവാസന്റെ സഹോദരനോട് ചോദിക്കുകയുണ്ടായി, ചിരിച്ചുല്ലസിച്ചാണ് പോയത്. അവർ ചിരിക്കാൻ കാരണമുണ്ട്.
ഈ ഇഹലോകത്തിനേക്കാൾ വലിയ സുഖം ഞങ്ങൾക്ക് പരലോകത്തിൽ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഇഹലോകത്തിൽ ഒരു തൂക്കുകയറുണ്ടായാൽ പരലോകത്തിൽ അതിനേക്കാൾ വലിയ മടങ്ങ് സുഖം അവരെ പ്രാപിക്കാൻ കാത്തിരിക്കുന്നു. ഇതാണ് അവരുടെ ചിന്താഗതി, ഹാഷ്മി. ഇതാണ് ഓരോ കൊലപാതകത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ആ ഐഡിയോളജി ഈ ഇവിടെ എന്ത് ശിക്ഷ വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ആളുകൾ ബാബു നേരത്തെ ഈ അഡ്വക്കേറ്റ് ഷാൻ വധക്കേസിലെ പ്രതികൾ 13 പേരിൽ ഒരാൾ ഒഴികെ എല്ലാവർക്കും ആലപ്പുഴ സെഷൻസ് കോടതിയാണ് കേട്ടോ ജാമ്യം നൽകിയത്. ഗൂഢാലോചനയുടെ ഭാഗമായി ഒരാൾക്ക് മാത്രം ഹൈക്കോടതി പോകേണ്ടത്. അതുകൊണ്ട് ഗൂഗിളിൽ തപ്പിക്കിട്ടുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായ വിവരങ്ങളല്ല. അറിവ് ബാബു, ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയതാണ്. ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയതാണ് ഇവർക്ക്. ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതാണ് എല്ലാവർക്കും. ഹൈക്കോടതി വരെ പോയി ജാമ്യം കിട്ടിയതല്ല സാർ. ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം കിട്ടി, ജാമ്യം പുറത്തിറങ്ങിയല്ലേ. ജാമ്യത്തിനെതിരായി അപ്പീൽ പോകുന്നതിന് രണ്ടാം ഘട്ടമല്ലേ സാർ? അപ്പീൽ പോകുന്നതിന് അടുത്ത ഘട്ടമല്ലേ? ഹൈക്കോടതി വരെ ചോദ്യം ചെയ്തു. അപ്പീൽ പോകുന്നതിന് അടുത്ത ഘട്ടമല്ലേ? ജാമ്യം കൊടുത്ത ആലപ്പുഴ സെഷൻസ് കോടതിയാണ്. അതുകൊണ്ട് ഗൂഗിളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ആധികാരികമായി നോക്കണം. ശ്രീ അഭിജിത്ത് ശ്രീനിവാസൻ, ഈ വധശിക്ഷയിലേക്ക്, കൂട്ടവധശിക്ഷയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റാണ്. പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് ഹിറ്റ് ലിസ്റ്റിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അയാൾ എങ്ങോട്ടേക്ക് ഏത് രീതിയിൽ എങ്ങോട്ടേക്കൊക്കെ പോകുന്നു, അയാളുടെ ഭാര്യ അയാളുടെ മക്കൾ ഏത് സമയത്ത് എങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വളരെ കൃത്യമായ ചാർട്ട് പോലെ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ ബ്ലൂ പ്രിന്റ് പോലെയുള്ള ഒരു ഹിറ്റ് ലിസ്റ്റാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിൽ ദൗർഭാഗ്യവശാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ പേര് ഉൾപ്പെടുന്നു. അഭിജിത്ത് ശ്രീനിവാസൻ, ഇവിടെ ഇപ്പോൾ അന്ന് അഡ്വക്കേറ്റ് ഷാൻ കൊല്ലപ്പെടുന്നതിൻ്റെ അഡ്വക്കേറ്റ് ഷാനും ഇതിൻ്റെ രസം എന്താണെന്ന് അറിയാം. രസം ഞാൻ പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ഷാനും ഈ രഞ്ജിത്ത് ശ്രീനിവാസനും സുഹൃത്തുക്കളായിരുന്നു, അവർ തമ്മിൽ അറിയാവുന്നവരായിരുന്നു. അന്ന് ആ കൊലപാതകത്തിൻ്റെ സമയത്ത് ലിഷ ആ ദിവസങ്ങൾ എപ്പോഴോ പറഞ്ഞാൽ എൻ്റെ ഓർമ്മ, അഡ്വക്കേറ്റ് ഷാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടില്ലായിരുന്നു എന്ന ഒരു പ്രതികരണം കേട്ടത് എൻ്റെ ഓർമ്മ. പോട്ടെ, മറ്റൊരു വിഷയം. അഭിജിത്ത് ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ഷാൻ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കകം രഞ്ജിത്ത് കൊല്ലപ്പെടുന്നില്ലെങ്കിലും ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഹിറ്റ് ലിസ്റ്റ് നടപ്പാക്കാനായിരുന്നു പ്ലാനെങ്കിൽ ഏതെങ്കിലും കാലത്ത് അത് സംഭവിക്കുമായിരുന്നു എന്ന് വേദനയോടെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അഭിജിത്ത് ശ്രീനിവാസൻ? ലിസ്റ്റിൽ വരാൻ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി വിശ്വസിച്ച പ്രത്യയശാസ്ത്രവും പുള്ളി ഉണ്ടായിരുന്ന പാർട്ടിയും BJPയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല RSSലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ പുള്ളി വളരെ ചെറുപ്പമായിരുന്നു. അത് പെട്ടെന്നാണ് പുള്ളി വളർന്നതും ആലപ്പുഴയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആവുകയും പിന്നെ അതിനുശേഷം നേതൃത്വ നിര പുള്ളിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പുള്ളിയെ ഒരു സ്റ്റേറ്റ് ലെവലിലോട്ട് പുള്ളിയെ പുഷ് ചെയ്തും അങ്ങനെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആ പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ, നല്ലൊരു ഓർഗനൈസർ, പുള്ളി വിളിച്ചാൽ ആളുകൾ വരും, പുള്ളി നന്നായിട്ട് സംസാരിക്കും, വിദ്യാഭ്യാസമുള്ള ആളാണ്, അങ്ങനെ പല കാര്യങ്ങളും നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഈ പാർട്ടി ഇവിടെ വളരുന്നു, RSS ഇവിടെ വളരുന്നു, അല്ലെങ്കിൽ BJP ഇവിടെ വളരുന്നു എന്ന് കണ്ട മനുഷ്യർ പുള്ളിയുടെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമായിരുന്നു. പുള്ളി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് പറയുന്ന ഒരാളല്ല. പുള്ളിയുടെ നിലപാടുകളിലൊക്കെ വളരെ കാർക്കശവും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് വരുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി പുള്ളി ഏത് പാർട്ടിയിലാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ഈ പറഞ്ഞ മതത്തിൽ നിന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വേറെ ഒരു കാര്യത്തിലും പുള്ളിയുടെ ദേഷ്യം വരേണ്ട ഒരു കാര്യമില്ല. ഇത് മാത്രമാണ് അതിനുള്ള കാര്യം. പുള്ളിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ പുള്ളി മരണപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി വേറൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഇവരുടെ കയ്യിലുണ്ട്. അതായത് ഒരു ആളുടെ പേര് മാത്രമല്ല, പേരും ഫോട്ടോയും വിവരവും, ഭാര്യയുടെ പേരും ഭാര്യയുടെ ഫോട്ടോയും, ഭാര്യയുടെ വീട് എവിടെയാണെന്നും അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്നും മക്കളേതൊക്കെ സ്കൂളിൽ പഠിക്കുന്നു, എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ നേരെ ട്രാക്ക് ചെയ്ത് സ്കെച്ച് ചെയ്ത് ഇവിടെയുള്ള പലരുടെയും ഹെൽപ്പോടുകൂടെ ചെയ്തു വെച്ചിരുന്നു. ഇപ്പോൾ ചേട്ടൻ മരിച്ചതുകൊണ്ട് ഇത് വെളിയിൽ വരികയും നാട്ടുകാർ മീഡിയ അറിഞ്ഞുകൊണ്ട് ഇത് ലോകത്തിലെ എല്ലാവർക്കും ഇത് അറിയാൻ പറ്റി. അല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ല, നമുക്ക് എന്താ നടക്കുന്നത് ഏതാ നടക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. ശരി, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ നമ്മൾ ഇക്കാലയളവിലെ സുപ്രീം കോടതിയിലെ വധശിക്ഷാ കേസിലെ വിധി പ്രസ്താവങ്ങളിലേക്ക് നോക്കും. പരമാവധി വധശിക്ഷയെ നിരുത്സാഹപ്പെടുത്തലാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്താണ് ക്രൂരമായ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന കേസുകളെ പോലും പ്രതികൾ വധശിക്ഷ കാത്തു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി പോയ വർഷത്തെ വധശിക്ഷ വിധിച്ചവരുടെ കണക്കെടുത്താൽ അത് 100-ലധികം വരും. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്ക് അത് ഡൈലൂട്ട് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഈ കേസ് മുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സുപ്രീം കോടതിക്ക് വധശിക്ഷയോടുള്ളൊരു വിമുഖത പശ്ചാത്തലമായി നിൽപ്പുണ്ട് ശ്രീ പ്രശാന്ത് പത്മനാഭൻ.
തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഒരു എളിയ അഭിപ്രായം, വധശിക്ഷ കിട്ടിയാലേ നീതി നടപ്പാകൂ എന്ന ധാരണ മാറണം. കാരണം ക്രിമിനൽ നടപടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നീതി നിർവഹണം നടപ്പാക്കുക, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുക. ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, ഇനി ഉണ്ടാകാതിരിക്കാൻ സ്റ്റേറ്റ് നിയമവാഴ്ച നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെർട്ടനിറ്റി, അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും എന്ന് ഉറപ്പാക്കുക. അത് വധശിക്ഷ ആയിരിക്കണമെന്നില്ല. കുറ്റം ചെയ്യാൻ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും എന്ന ഒരു തോന്നലുണ്ടാകണം. അത് വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് വരണം. ഈ ഒരു കേസിൽ അത് നടന്നിട്ടുണ്ട്. 2021 ഡിസംബറിൽ നടന്ന കൊലപാതകത്തിൻ്റെ 2024 ജനുവരി ആയപ്പോൾ അത് 2 വർഷം 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയായി, ശിക്ഷാ നടപടികൾ സമാപിച്ചു ട്രയൽ കോടതിയിൽ. അത് ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് വധശിക്ഷ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ റീലുക്ക് ചെയ്യണം. കാരണം വധശിക്ഷ ഇതിനകത്ത് വധശിക്ഷ വിധിച്ച കോടതി ഓരോ പ്രതികളുടെയും സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല. സ്റ്റേറ്റിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ അത്ര ക്ലിയർ ആയിട്ടല്ല. അതിൽ വേഗമായിട്ട് 327 പാരഗ്രാഫ് മുതൽ പറയുന്നത്, റിപ്പോർട്ട് ചോദിച്ചു, ഒരു ഹാർഡ് കോർ ക്രിമിനൽസ് ആണ്. അതിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചോദിച്ചു. അതിനുശേഷം പിന്നീട് ഈ ജഡ്ജി പറയുന്നത് ഇവർ ഒരു ബാൻഡ് ഓർഗനൈസേഷൻ്റെ ഐഡിയോളജിയുമായിട്ട് സമരസപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇവരിതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതൊക്കെ ആളുകൾക്ക് എത്രമാത്രം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും എന്തായിരുന്നു അതിലെ പങ്കെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് മേടിച്ചു എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ കാണുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെയും പേരിൻ്റെ നേരെ കൂലി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂലിപ്പണി ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ സുപ്രീം കോടതി ഈയിടെ 2 ദിവസം മുമ്പാണ് പറഞ്ഞത് ഒരാളുടെ ജാതിയും മതവും രേഖപ്പെടുത്താൻ പാടില്ല എന്ന്. പക്ഷേ ഇതിൽ എല്ലാവരുടെയും മതം എഴുതിയിട്ടുണ്ട് വിധിയിൽ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊരു വധശിക്ഷ കുറയ്ക്കാനുള്ള കാരണമാണെന്നല്ല പറഞ്ഞ് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി ഗവർണർക്കെതിരെ കളമശ്ശേരിയിൽ പ്രതിഷേധം. അമീൻ ഹസൻ, അതിൻ്റെ വിധിയുടെ ആകത്തുക എങ്ങനെയാണ്? ജുഡീഷ്യറി അപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ കോളത്തിൽ മതം രേഖപ്പെടുന്ന അടക്കം ഇതിൽ കാണാനുണ്ട്. അവിടെ നിൽക്കട്ടെ. ജുഡീഷ്യറി നിയമവാഴ്ചയുടെ രക്ഷകർത്താവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കേസിൽ നിയമത്തിനുള്ളവ് പ്രതികൾക്ക് നൽകാനാവില്ല. ഒരു രാഷ്ട്രീയ കൊലപാതകമായി കാണാനാവില്ല. സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കേസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിച്ചത് ഗൂഢാലോചനയുടെ പരിധികൾ എത്രത്തോളം തെളിയിക്കുന്നു. കൊല്ലപ്പെട്ടയാൾ സമൂഹത്തിന് നന്മ മാത്രം ചെയ്ത ആളാണ്. ഒരു ക്രിമിനൽ കുറ്റവും രഞ്ജിത്ത് ചെയ്തിട്ടില്ല. പ്രതികളുടെ കോടതിയിലെ പെരുമാറ്റത്തിൽ പശ്ചാത്താപം ഉള്ളതായി കണ്ടിട്ടില്ല. നിരായുധനായ ഒരാളെ 12 പേർ വളഞ്ഞിട്ട് ആക്രമിച്ചത് കൊലയുടെ നിഷ്ഠൂരതയ്ക്ക് തെളിവാണ് എന്ന് കോടതി പറയുന്നു. അതോടൊപ്പം ശിക്ഷാവിധി കേട്ട് പുറത്തിറങ്ങി വരുന്ന പ്രതികൾക്ക് ഒരു കൂസലുമില്ല ശ്രീ അമീൻ ഹസൻ. അപ്പോൾ വേറൊരു കേസിൽ വേറൊരു കോടതി നടക്കുന്നതിനെ ചൂണ്ടിക്കാട്ടി ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല ആഷ്മി, അങ്ങനെ ഞാൻ ശ്രമിക്കുന്നില്ല. 2 കാര്യങ്ങൾ. ആഷ്മിയുടെ ചോദ്യത്തിന് ഞാൻ കൃത്യമായ ഉത്തരം പറയാം. ശരി, അമീനിലേക്ക് ഞാൻ ശ്രീ പ്രശാന്ത് താങ്കൾ പറഞ്ഞു വരിക അതിനിടയിലാണ് ഗവർണർക്കെതിരെ കാര്യം കൂടി ഉണ്ടായത്. പ്രശാന്ത് പറഞ്ഞ് പൂർത്തിയാക്കൂ. ആ വിധി പ്രസ്താവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന, എനിക്ക് മൊത്തത്തിൽ വായിച്ചു നോക്കാൻ കഴിഞ്ഞില്ല, ആകത്തുക എന്താണ്? അതിനകത്ത് പല പിഴവുകളുണ്ടെന്നാണ് എനിക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നിയത്. അത് ശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തെളിവുകൾ വീണ്ടും ഹൈക്കോടതി പുനഃപരിശോധിക്കുക. അതിൻ്റെ ഡീറ്റെയിലിലേക്ക് ഞാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് ഇവിടെ റെഫർ ചെയ്തു 2 പേര്. ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ നടന്നത്, ആ പ്രതികളെ ശിക്ഷിച്ചു, അവരെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു, 14 വർഷം പൂർത്തിയാക്കിയിരുന്ന എല്ലാവരും. അതിനുശേഷം ഗവൺമെൻറ് തെറ്റായ ഒരു പോളിസി ഗുജറാത്ത് ഗവൺമെൻറ് അല്ല ചെയ്യേണ്ടിയിരുന്നത്, മഹാരാഷ്ട്ര ഗവൺമെൻറ് ആണ് ചെയ്യേണ്ടിരുന്നത്. അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേരത്തെ ഒരു ഓർഡർ മേടിച്ചെടുത്തു. ഗുജറാത്ത് ഗവൺമെൻറ്റിനോട് ഇത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഓർഡർ മേടിച്ചാണ് പുറത്തിറങ്ങിയത്. അതിന് സുപ്രീം കോടതിയിൽ ബിൽക്കിസ് ബാനുവും വേറെ പലരും, ഞാനും ഫയൽ ചെയ്തിരുന്നു കെ അജിതയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന്. ഒരുപാട് പേര് സുപ്രീം കോടതിയിൽ അതിനെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തു. സുപ്രീം കോടതി അത് വീണ്ടും വേറൊരു ബെഞ്ച് അത് പരിഗണിച്ച് അവരെ തിരിച്ച് ജയിലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഒരു വളരെ വൈകിയാണെങ്കിലും നീതി നടപ്പാക്കപ്പെട്ടു ആ കേസിൽ. അതേപോലെ ഈ കേസിലും നീതി നടപ്പാക്കപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം എപ്പോഴും വധശിക്ഷ മാത്രമല്ല നീതി, അതുകൂടി ഓർക്കണം. ഇതിൽ
കുറ്റക്കാരായിട്ടുള്ളവർക്ക് വീണ്ടും അങ്ങനെ വരാതിരിക്കാൻ മാനസാന്തരം വരാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു നിയമവ്യവസ്ഥയുടെ വിജയം. വിധി പ്രസ്താവത്തിൽ പിഴവുകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ താങ്കൾ ആദ്യം പറഞ്ഞ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറയാൻ കഴിയുന്നതാണോ അത്? പറയാൻ കഴിയുന്നതാണ്. അതായത് ശിക്ഷ നടപ്പാക്കുമ്പോൾ കോടതി ഓരോ വ്യക്തികളുടെയും സാഹചര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇവരെ ഒരു റിഫർമേഷനിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണമായിരുന്നു. ഓരോരുത്തരുടെയും 15 പേരുടെയും കാര്യത്തിൽ അങ്ങനെ അത് കാണുന്നില്ല. അതിന് പകരം ജനറലായിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചോദിച്ചു. ഗവൺമെന്റ് പറഞ്ഞത് ഹാർഡ് കോർ ക്രിമിനൽസ് ആണെന്നാണ്. ഒരു ബാൻഡ് അസോസിയേഷനുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, അവർക്ക് ആർക്കും പശ്ചാത്താപമില്ല. ഇങ്ങനെ വളരെ വേഗമായിട്ട് ജനറലായിട്ട് എഴുതിയിരിക്കുകയാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ, ഏജ്, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം എഴുതിയിരിക്കണമായിരുന്നു. എന്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് രേഖപ്പെടുത്തണം. എന്നിട്ട് മാത്രമേ ഓരോ കേസിലും ഹൈക്കോടതിയിൽ അംഗീകാരത്തിനായി ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് വ്യവഹാര വഴിയാണ്. അപ്പോൾ പരിശോധിക്കപ്പെട്ടെ. ബാബു ഹാഷ്മി, നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചതല്ല, സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതാണ് എന്ന് പറയുണ്ടായി. ഞാനിവിടെ ലൈവ് ഇൻ ലോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ടല്ലോ ഹൈക്കോടതിയിലെ കേസുകളെ സംബന്ധിച്ച് പറയുന്ന, കേരള ഹൈക്കോർട്ട് ഗ്രാൻസ് ബെയിൽ ടു 3 അക്യൂസ്ഡ് ഇൻ SGPI ലീഡർ ഷാൻസ് മർഡർ. പല പ്രാവശ്യമായിട്ടാണ് അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 3 പേർക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്ത വാർത്തയാണത്. The Kerala High Court on Thursday granted bail to 3 of the accused in the shocking political murder of Social Democratic Party of India State Secretary K. Shan, who was hacked to death in December 2021. ജസ്റ്റിസ് ഗോപിനാഥാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം എത്ര പേരാണ് പ്രതികൾ? മൊത്തം എത്ര പ്രതികളാണ്? ഇനി സെഷൻസ് കോടതി മൊത്തം എത്ര പ്രതികളാണ് ആ കേസിൽ? എത്ര പേരുണ്ട്? 13 പേരാണ്. എത്ര പേരുണ്ട്? 13 പേരാണ്. 13 പ്രതികളാണ്. 13 പ്രതികളാണ്. അതെ, ചിലർക്ക് സെഷൻസ് കോടതി ഞാൻ പറയാം, സെഷൻസ് കോടതി ജാമ്യം കൊടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരാണ് ഹൈക്കോടതിയിലേക്ക് പോയി ജാമ്യം വാങ്ങേണ്ടി വന്നത്. സെഷൻസ് കോടതി ജാമ്യം ചോദ്യം ചെയ്തു. സെഷൻസ് കോടതി ജാമ്യം കിട്ടിയപ്പോൾ പുറത്താണ് അവർ. ചോദ്യം ചെയ്തു ഹൈക്കോടതി. സാർ, ഇതിൽ സാങ്കേതികത്വം എന്താണ്? സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടിയ പ്രതികൾ പുറത്താണ്. അതിലൊരാൾ വിവാഹം കഴിച്ചു, സുഖമായി ജീവിക്കുന്നു. താങ്കൾ ഈ പറഞ്ഞ സാങ്കേതികതയാണ്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ഹൈക്കോടതിയിൽ പോയ അല്ല സാർ ജാമ്യം കിട്ടിയത്. ഹൈക്കോടതിയിൽ പോയ അല്ല ജാമ്യം കിട്ടിയത്, സെഷൻസ് കോടതിയിലാണ് ജാമ്യം കിട്ടിയത്. സർ, ഹൈക്കോടതിയിൽ പോയി അല്ല ജാമ്യം കിട്ടിയത്. 13 പേരിൽ താങ്കൾ പറഞ്ഞവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഒഴികെ കീഴ്ക്കോടതിയിൽ ജാമ്യം കിട്ടിയതാണ്. വെറുതെ കഥയില്ലാത്ത കഥയ്ക്ക് വാദിക്കല്ലേ ശ്രീ ബാബു? അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ, സമയം കഴിഞ്ഞു. പറയാം സർ, ആ ജാമ്യം കൊടുത്ത നടപടിയെ പറയുന്നത് കേൾക്കൂ. ജാമ്യം കൊടുത്ത നടപടിയെ ചോദ്യം ചെയ്തു. അത് സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമായ വ്യവഹാര വഴിയല്ലേ ആറിഫ് ബാബു? അത് ഏത് വ്യവഹാരത്തിലെയും ആറിഫ് ബാബു കീഴ്ക്കോടതി ജാമ്യം കൊടുത്തു. അല്ല ആറിഫ് ബാബു കീഴ്ക്കോടതി ജാമ്യം കൊടുത്തു. അല്ല, കീഴ്ക്കോടതി ജാമ്യം കൊടുത്തു. സ്വാഭാവികമായും പ്രതിഭാഗം പ്രോസിക്യൂഷൻ കണ്ണും കെട്ടിയിരിക്കോ, അല്ല കൈ കെട്ടിയിരിക്കോ, അല്ലെ വാദിഭാഗം പ്രോസിക്യൂഷൻ കൈ കെട്ടിയിരിക്കോ? അവർ അപ്പീൽ പോവില്ലേ? ആ അപ്പീലാണത്. അപ്പീൽ പോവില്ലേ? അപ്പീൽ പോവും സർ, അപ്പീൽ പോവും. അത് സ്വാഭാവിക വ്യവഹാര വഴിയാണ്. എന്റെ ചോദ്യം, ജാമ്യം കിട്ടിയത് എവിടെ നിന്നാണ്? എന്റെ സാർ, ഞാൻ പറയുന്നത് നമ്മൾ കഥയില്ലാത്ത പോയിൽ കിടന്ന് പിടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഹൈക്കോടതി എത്രയോ പേരുടെ നമ്മൾ കഥയില്ലാത്തൊരു പോയിൽ കിടന്ന് പിടിക്കുകയാണ്. കീഴ്ക്കോടതി കൊടുത്തത് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് സാർ. നമ്മൾ കഥയില്ലാത്ത ആംഗിൾ പിടിക്കുകയാണ്. ഈ കേസിലെ താങ്കളാണ് നടിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഒരു വാദം പൊളിഞ്ഞതിൽ താങ്കൾ വേറെന്തൊക്കെയോ പറഞ്ഞ് അതിന്മേൽ കെട്ടിപ്പൊക്കുകയാണ്. അങ്ങനെയല്ല കഥ. അതിന്റെ കഥ ഈ സെഷൻസ് കോടതി തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുത്തതാണ്. സർ, ഗൂഢാലോചന പങ്കുള്ളവർക്ക് മാത്രമാണ്. ഗൂഢാലോചനക്കാർക്ക് ഒരാൾക്ക് മാത്രം ജാമ്യം കൊടുത്തു. ശരി, ഞാൻ 3 പേരുടെ കാര്യം പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ഒരാളുടെ ജാമ്യം കൊടുത്ത കാര്യമാണ്. ഓക്കെ, ബാക്കി 10 പേരോ? താങ്കൾ പറഞ്ഞത് ഒരാൾക്ക് മാത്രമേ ഹൈക്കോടതി ജാമ്യം കൊടുത്തു എന്നാണ്. ബാക്കി 10 പേരോ? 3 പേരുടെ കാര്യം പറയുന്നു. ഓക്കെ, ബാക്കി 10 പേരോ? ജാമ്യം കൊടുത്ത കാര്യം ഇപ്പൊ വാർത്ത. ബാക്കി 10 പേരോ? ബാക്കി 10 പേരോ? ബാക്കി 10 പേരുടെയും ഹൈക്കോടതിയിൽ വന്നു കേസ്. സർ, താങ്കൾ ലൈവ് ലോയിൽ തപ്പിയപ്പോൾ ബാക്കി 10 പേർ എടുക്കണ്ടേ? നടപടിയെ ശരിവച്ചു. താങ്കൾ ഇത്ര വിശദമായി തപ്പിയപ്പോൾ ആ 10 പേരോട് ഗൂഗിൾ തപ്പി എടുക്കണ്ടേ? സാർ, ഇതിൽ ഗൂഗിളിലെ പ്രശ്നം എന്താണെന്ന് പറയും. ഗൂഗിളിലെ പ്രശ്നം മൊത്തത്തിൽ ആധികാരികം കിട്ടണമെന്നില്ല. നമ്മൾ ഈ ഗൂഗിളിൽ തപ്പുമ്പോൾ, വാട്സപ്പിൽ തപ്പുമ്പോൾ മൊത്തം ആധികാരികമായ വിഷയം കിട്ടണമെന്നില്ല. അതാണ് പ്രശ്നം. പോട്ടെ,
ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞത് ഏതാണ്ട് ഒന്നാണ്. ഞാൻ പറയുന്നത് എന്താണ്? സാറ് പറഞ്ഞത് എന്തായിരുന്നു? എന്റെ പൊന്നു സാർ പറഞ്ഞത് എന്തായിരുന്നു? സാറ് പറഞ്ഞത് എല്ലാവർക്കും ഹൈക്കോടതി പോയി ജാമ്യം കിട്ടുന്നില്ല പറഞ്ഞേ. സാറ് പറഞ്ഞ എല്ലാവരും ഹൈക്കോടതി ജാമ്യം കിട്ടുന്നില്ല പറഞ്ഞേ. എന്റെ പൊന്നു സാറ് പറഞ്ഞത് എല്ലാവരും ഹൈക്കോടതി പോയി ജാമ്യം കിട്ടുന്നില്ല പറഞ്ഞേ. എല്ലാവരും ബാക്കി 10 പേരുടെ കാര്യം എന്നാ ബാബു പറയോ? ശരി, എന്നാ ബാക്കി 10 പേരോ? എന്നാ ബാക്കി 10 പേരോ? ഓക്കെ, അപ്പൊ ബാക്കി 10 പേരോ സാറേ? ബാക്കി 10 പേരോ? ബാക്കി 10 പേരോ? അല്ല, ബാക്കിയും ഒരാളൊഴിച്ച് 3 പേര്. ഒരാളൊഴിച്ച് താങ്കൾ ഒരാളൊഴിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോഴോ താങ്കൾക്ക് ഒരാളൊഴിച്ചെന്നുള്ള വാർത്ത എവിടെ നീട്ടി? ശരി, അത് വിട്ടേക്കോ സാർ. അപ്പൊ ഗൂഗിളും വാട്സപ്പും താങ്കളും തപ്പരുത്. അങ്ങനെയാണെങ്കിൽ ഗൂഗിളും വാട്സപ്പും താങ്കളും തപ്പരുത്. താങ്കൾ പറഞ്ഞത് എന്താണ്? ഹൈക്കോടതിയിൽ പോയി ജാമ്യം കിട്ടിയെന്നാണ്. ഒരു കേസിലെ പ്രധാനപ്പെട്ട 10 പ്രതികൾക്കും കീഴ്ക്കോടതി ജാമ്യം കിട്ടിയിട്ട് താങ്കൾ ഇപ്പോഴും വാദിക്കണം ഹൈക്കോടതിയിലാണെന്ന്. അറിവ് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ അതിന്റെ വിശദമായ ഡീറ്റെയിൽസ് അങ്ങ് അയച്ചു തരാം, അങ്ങ് വായിച്ച് മനസ്സിലാക്കും. അങ്ങനെയൊന്നും അല്ല അറിവ് ബാബു, അങ്ങനെയൊന്നും അല്ല. ജാമ്യം കൊടുത്ത കീഴ്ക്കോടതിയാണ്, അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾക്കൊക്കെ ജാമ്യം കൊടുത്ത കീഴ്ക്കോടതിയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, നമ്മുടെ സമയം കഴിയണം. വെറുതെ അനാവശ്യമായ വാദമാണ്. ഇതിലൊരു കഥയില്ലാത്ത വാദമാണ്. താങ്കൾക്ക് വെറുതെ തർക്കിക്കേണ്ട. ഇത് താങ്കൾ ജയിച്ചു എന്നാണ്. ഇത് താങ്കൾക്ക് ജയിച്ചു എന്ന് സമ്മതിക്കണമെങ്കിൽ താങ്കൾ ജയിച്ചു. ഓക്കെ ആണോ? ആറിഫ് ബാബു, താങ്കൾ ജയിച്ചു എന്ന് ശരി, താങ്കൾ ജയിച്ചു എന്ന് സമ്മതിക്കണം. ശരി, താങ്കൾ ജയിച്ചു എന്ന് സമ്മതിക്കണം. ശരി, താങ്കൾ ജയിച്ചു എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ പ്രശ്നം എന്താണ്? താങ്കൾ ജയിച്ചു എന്ന് സമ്മതിക്കണം. അതാണ് വേണ്ടത്. താങ്കൾ ജയിച്ചു എന്ന് സമ്മതിക്കണം ആറിഫ് ബാബു. സർ, കീഴ്ക്കോടതിയിലാണ് ഈ കേസിലെ പ്രധാന പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടിയത്. ഗൂഢാലോചനയിൽ പങ്കുള്ളവർക്ക് മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. അതാണ് ഇതിലെ വസ്തുത. പോട്ടെ, അത് അങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങയുടെ ഭാഗം ജയിച്ചു എന്ന് സ്ഥാപിക്കണമായിരിക്കും. ഓക്കെ, വിട്ടേക്കു. നമ്മുടെ സമയം കഴിയും. നമ്മുടെ സമയം കഴിയും. ഓക്കെ, കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഓക്കെ, അത് കേൾക്കുന്നവർക്ക് വിട്ടു. ജാമ്യം കിട്ടിയത് സെഷൻസ് കോടതിയിൽ നിന്നാണ് ആറിഫ് ബാബു. അതിന്റെ മുകളിലുള്ള അപ്പീലൊക്കെ സ്വാഭാവിക വ്യവഹാര വഴിയാണ്. ആറിഫ് ബാബു, അത് സ്വാഭാവിക വ്യവഹാര വഴിയാണ് ആറിഫ് ബാബു. അപ്പീലും വേണേ സുപ്രീം കോടതിയിൽ പോകുന്നതൊക്കെ സ്വാഭാവിക വ്യവഹാര വഴിയാണ്. ഒരു കേസിന്റെ ജാമ്യം കിട്ടുന്ന അടിസ്ഥാനമായി ആ സെഷൻസ് കോടതിയാണ്. അത് മനസ്സിലാക്കും. പോട്ടെ, അതങ്ങനെ മനസ്സിലാവുന്നില്ല, ഞാൻ വിട്ടു. അപ്പോൾ നമ്മുടെ എൻകൗണ്ടർ പൂർണ്ണ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.